ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് ഗുരു ഭവനപുരിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ ഭഗവാനെ കാണാനായിട്ട് ആ ഗുരു ഭവനപുരിയിലേക്ക് നമുക്ക് പോവാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇന്ന് കൊടിമരത്തിന്റെ കിഴക്കൂടെ നമ്മളങ്ങ് പോവാണല്ലേ. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എല്ലാവരുടെ മനസ്സും ആ ഗുരു ഭവനപുരിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അല്പസമയം എന്നോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് ആ ഗുരു ഭവനപുരിയിലേക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും വരിക. ഹരേ നാരായണ ഹരേ നാരായണ. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് ഇന്ന് ഗുരു ഭവനപുരിയിൽ ഭഗവാൻ ശ്രീലകത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കണ്ണൻ എങ്ങനെയാ നിൽക്കുന്നത്? ഭഗവാൻ അതാ ഒരു ഗജകേസരിയുടെ മുകളിലായിട്ട് തൻ്റെ ശംഖും ചക്രവും ഗദയില്ല കേട്ടോ, താമരയാണുള്ളത്. സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് ആ മാധവ മാസത്തിൽ മഹാവിഷ്ണുവായിട്ടാണ് സാക്ഷാൽ ഭഗവാൻ ഗുരുഭവനപുരിയിൽ ഉണ്ടാവുക എന്നെല്ലാവർക്കും അറിയാം. ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ ഈ മാധവ മാസത്തിൽ ഭഗവാൻ ഉള്ളത് ഭഗവാൻ വിഷ്ണു ഭഗവാനായിട്ടാണ്, സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടാണ് നമുക്കിന്ന് ഭഗവാനെ കാണാൻ സാധിക്കുക, അതും ലക്ഷ്മി സമേതനായിട്ട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ ഇന്ന് എങ്ങനെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നോക്കാം. അതാ ഒരു ആനപ്പുറത്താണ് ഭഗവാന്റെ ഇരിപ്പ്. അതിമനോഹരമായിട്ടുള്ള ഒരു രാജപദവിയുള്ള ഒരു ഗജരാജന്റെ പുറത്തേറി ഭഗവാൻ അതാ എഴുന്നള്ളി നിൽക്കുകയാണ്. ഈ മാധവ മാസത്തിൽ കണ്ണനെ കാണാൻ ഭഗവാനെ കാണാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം തരാനായിട്ട് ഭഗവാൻ അതാ ശിവേലിക്ക് എഴുന്നള്ളി നിൽക്കും പോലെ ഭഗവാൻ ആ ശ്രീലകത്ത് ആ ഗജരാജന്റെ പുറത്തേറി നിൽക്കുന്ന ഭാവമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ആ ഗജരാജൻ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഗുരുവായൂർ കേശവനാണ് ആ ഗജരാജൻ എന്ന് ഞാൻ പറയും. കാരണം ഭഗവാന്റെ ആദ്യത്തെ ഗുരുവായൂരമ്പലത്തിലെ ആദ്യത്തെ ശ്രീമന്തപുത്രനായിട്ടുള്ള ആ ഗുരുവായൂർ കേശവനെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. 19 വർഷക്കാലം ഭഗവാന്റെ തിടം പറ്റാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ആ ഗജരാജനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നിലമ്പൂർ കോവിലകത്തുനിന്ന് ആ കാട്ടിൽ നിന്ന് അമ്മ നഷ്ടപ്പെട്ട ഒരു ആനക്കുട്ടിയെയാണ് കിട്ടുന്നത്. ആ നിലമ്പൂർ രാജകുടുംബത്തിലേക്ക് എത്തിച്ചേരുന്ന ആനക്കുട്ടൻ വളരെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടനായിരുന്നു. അങ്ങനെ അവിടുത്തെ അമ്മ പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടിയുടെ കുറുമ്പൊന്ന് കുറയ്ക്കാനും ഈ കൊച്ചിനെ കാണാതെ ആവുകയൊക്കെ ചെയ്തു. കുറുമ്പ് കൂടിയതുകൊണ്ടായിരിക്കാം കാണാതെ ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ ആനക്കുട്ടനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഭഗവാന് നടക്കിരുത്താം എന്നുള്ള വഴിപാട് നേർന്നു. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞായിട്ടുള്ള ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ അടുത്തെത്തുന്നത്. തുടക്കത്തിലേ കണ്ണനെ നമസ്കരിക്കാനൊക്കെ ഒത്തിരി മടിയുണ്ടായിരുന്നു, കുഞ്ഞു മോനല്ലേ. അങ്ങനെ 41 ദിവസം ഭജനയൊക്കെ ഇരുത്തി ആ കുട്ടിക്കുറുമ്പനെ ഭജനയൊക്കെ ഇരുത്തി. അതിനുശേഷം ഭഗവാന്റെ സ്വന്തം ഗജരാജനായി, കണ്ണന്റെ സ്വന്തം ഗജരാജനായിട്ട് ഭഗവാന്റെ തിടമ്പേറ്റാനായിട്ട് എന്നും അത്രയ്ക്കും ലാളിത്യമുള്ള ശാന്തസ്വരൂപനായിട്ടുള്ള ആ ഗജരാജനായിട്ട് നമ്മുടെ ഗുരുവായൂർ കേശവൻ അവിടെ ഉണ്ടായിരുന്നു. 19 വർഷക്കാലം ഉണ്ടായിരുന്നു ഭഗവാന്റെ തിടമ്പേറ്റിക്കൊണ്ട്. പിന്നീടാണ് ഗജരാജൻ ഗുരുവായൂർ കേശവൻ അവിടെ ചെരിഞ്ഞത്.
അങ്ങനെയുള്ള ഗുരുവായൂർ കേശവന്റെ മുകളിലാണ് സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ ഭഗവാൻ. അതാ ഭഗവാന്റെ ശംഖ് ചക്രവും ഗതയില്ലാട്ടോ, താമരപ്പൂവുണ്ട്. പിന്നെ ഇടത്തെ കൈകൊണ്ട് ആ ഗജരാജന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാജന്റെ തലയ്ക്ക് മുകളിൽ, ആ മസ്തകത്തിന്റെ മുകളിൽ കൈകൾ ഇങ്ങനെ വെച്ച് ഭക്തജനങ്ങളെ എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് തന്റെ ദിവ്യരൂപത്തെ, ആ വിസ്മയകരമായിട്ടുള്ള ആ വിഷ്ണു സ്വരൂപത്തെ കാണാനായിട്ട് അങ്ങനെ ഭഗവാൻ അതാ ആ ഗുരുപ്പനപുരിൽ ശ്രീലകത്ത് ഇങ്ങനെ കുടികൊള്ളുന്നതായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനെ കാണാനും ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാനായിട്ട് ആനപ്പുറത്ത് തന്റെ ഗജരാജനോടൊപ്പം ഇരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാം. ഈ കാഴ്ചയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കണ്ണന്റെ വിസ്മയകരമായ ഈ കാഴ്ച ശ്രീലകത്ത് നമുക്കിന്ന് ഗജരാജനോടൊപ്പം നിൽക്കുന്ന ഭാവം. ആ സ്വർണ്ണത്തിളക്കത്താൽ പൊന്നിൻ കിരീടമൊക്കെ വെച്ച് അരമണി കിങ്ങിണി വനമാലയൊക്കെ ചൂടിക്കൊണ്ട്, ഭഗവാൻ ഉണ്ടമാലയും വനമാലയൊക്കെ ചൂടിക്കൊണ്ട് അതാ മഞ്ഞപ്പൊട്ടൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലെ ഒരുപാട് അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ കണ്ണിലെ പ്രകാശം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നീല വെളിച്ചത്തെ നമുക്ക് 1000 നെയ്ത്തിരിവട്ടത്തിന്റെ തിളക്കത്തിൽ ഭഗവാനെ നമുക്ക് ഈ ഗജരാജനോടൊപ്പം തന്നെ തിളങ്ങി നിൽക്കുന്ന, പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇങ്ങനെ സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാനെ ഈ മാധവ മാസത്തിൽ കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും ഭഗവാന്റെ വിസ്മയ രൂപം കണ്ട് ഭഗവാനെ തൊട്ട് വണങ്ങിക്കൊണ്ട് തന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ ഭഗവാനെ തന്റെ സങ്കടങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ എങ്ങനെ തൊഴുത്തുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു ഗജരാജനോടൊപ്പം, നമ്മുടെ ഗുരുവായൂർ കേശവനോടൊപ്പം നിൽക്കുന്ന ആ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ഭഗവാനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അവിടെ നിന്ന് മെല്ലെ തിരികെയാണ് ഭഗവാനെ കണ്ടുകൊണ്ട് വണങ്ങിക്കൊണ്ട് നമ്മളിങ്ങനെ ചുറ്റമ്പലം ഒന്ന് നടക്കുകയാണ് അല്ലെ. അപ്പോഴും കാണാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ആ വിശ്വരൂപത്തെ നമ്മൾക്ക് കാണുന്നുണ്ട്. ചുറ്റമ്പലത്തിൽ ഇങ്ങനെ ആ ശിവേലി നടക്കുന്നതായിട്ടും ഭഗവാന്റെ ആ തിടമ്പേറ്റിക്കൊണ്ട് ആ ഗജരാജൻ നടന്നു നീങ്ങുന്നതായിട്ടും ഒപ്പം നടന്നു നീങ്ങുന്ന നമ്മളോടൊപ്പം പൊന്നുണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം കൂടെ ചേരുന്നതായിട്ടും കണ്ണനെ നമ്മൾ ഇങ്ങനെ കാണുന്നതായിട്ടും അവിടെ ഗുരുവായൂർ കേശവന്റെ കൊമ്പ് വെച്ചിട്ടുള്ളതായിരിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് കൊടിമരത്തിന്റെ മുകളിലായിട്ട് കണ്ണൻ ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ടും ഗുരുവായൂർ കേശവന്റെ കൊമ്പിന്മേൽ ഊഞ്ഞാലാടുന്നതായിട്ടും വളരെ സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുന്നതായിട്ടും ആ മഞ്ചാടിമണിയിലിരുന്ന് ചിരിച്ച് എല്ലാവരെയും തന്റെ ഭക്തജനങ്ങളെയൊക്കെ ആശീർവദിക്കുന്നതായിട്ടും നമ്മൾക്കിപ്പോൾ കാണാം. ആ ചുറ്റമ്പലത്തിലൂടെ നമ്മളോടൊപ്പം നമ്മുടെ കൈയും പിടിച്ച് നടക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, പൊന്നുണ്ണി കണ്ണനാണ്. നമ്മൾ കണ്ടത് സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അങ്ങനെയുള്ള നമ്മൾക്ക് ഭഗവാന്റെ ദിവ്യ ദർശനം കിട്ടിക്കഴിഞ്ഞു. ഭഗവാനെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ സകല ദുഃഖങ്ങളും ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ അർപ്പിക്കാനായിട്ട് സാധിച്ചു. പൊന്നു ഗുരുവായൂരപ്പൻ മനസ്സിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ പിന്നെ എന്താണ് നമ്മുടെ മനസ്സിൽ? പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഇങ്ങനെ കത്തിക്കളിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഓടിച്ചാടി നമ്മളെ ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നടത്തുമ്പോൾ നമ്മൾക്ക് എന്തിനാണ് പിന്നെ വെറുതെ സങ്കടങ്ങളേറെ എന്ന് പൊന്നാനം കവി ചോദിക്കുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ എല്ലാ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ കാലിൽ നമസ്കരിച്ചുകൊണ്ട് പൊന്നു തൃപ്പാദങ്ങളിൽ സർവദുഃഖങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യ ദർശനം കിട്ടിയതായിട്ടും പൊന്നു ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെയുള്ളതായിട്ടും നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കണ്ണനെ കണ്ട് വണങ്ങിക്കൊണ്ട് നമ്മൾക്കൊന്ന് തിരിച്ചു പോരാം. മനസ്സിൽ കൂടെ കണ്ണനുണ്ട് എന്ന ഉറപ്പോടുകൂടി കണ്ണൻ സാക്ഷാൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന്
മനസ്സിൽ കരുതിക്കൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഇനിയും വരാട്ടോ എന്ന് പറഞ്ഞ് ആ കൊടിമരത്തിന്റെ മുകളിലേക്കൊന്ന് നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചിറങ്ങാം. പൊന്നു ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട്, പൊന്നുപാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം സദാസമയം ഏതു സമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.